ഇപ്പോൾ ഡോക്ടർ സന്ദീപ് കൂടെ ചേരുന്നുണ്ട്, ക്രിമിനോളജിസ്റ്റാണ്. ഡോക്ടർ സന്ദീപ്, നോക്കൂ, ഇന്നിപ്പോൾ ഉച്ചയോടെ ഇന്ന് വൈകുന്നേരത്തോടെ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തതിലുള്ള ഒരു വൈരാഗ്യം അത് കൊലപാതക ശ്രമത്തിലേക്ക് നയിക്കുകയാണ്. ആ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താനാണ് ഇയാൾ ശ്രമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതും ഇയാൾ ബൈക്കിൽ പിന്തുടരുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വളരെ ഏറി വരികയാണ്. അപ്പൊ അതിന്റെ രണ്ടു തരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നിയമം കയ്യിലെടുക്കുകയും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതിലോ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നതിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ല. അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലെ നമുക്ക് നോക്കി കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ചെയ്തപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് അത് പിന്നിൽ അതുമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രവൃത്തികള് സമൂഹത്തെ ഏറി വരുന്നതിന് എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതില്ലേ? അത്തരത്തിലുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങളോ നമ്മുടെ കേരള പോലീസിൽ തന്നെ ഇല്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാര്, ഇത്തരത്തിലുള്ള പഠനം നടത്താനായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ കേരള പോലീസിൽ ഇപ്പോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നിലവിലുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു കേരള പോലീസ് അക്കാദമിയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഒരു ഫോറൻസിക് ഹയർ എഡ്യൂക്കേഷന്റെ വലിയ വായിൽ വർത്താനം പറയുന്ന നമ്മളെല്ലാവരും ആ കോഴ്സ് ഇപ്പോ നിലനിൽക്കുന്ന ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അത് ആ കോഴ്സ് പോലും അവിടെ ക്ലോസ്, അതായത് നിലനിൽക്കുന്ന ഒരു കോഴ്സിനെ ഇല്ലാതാക്കുന്നു. അതായത് ഫോറൻസിക് സയൻസ്, അതുപോലെ തന്നെ ക്രിമിനോളജി എന്ന് പറയുന്ന കോഴ്സ് ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല. തൊട്ടടുത്തുള്ള കർണാടകയിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഗോവയിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുകയും ക്രൈം അനാലിസിസ് നടത്തുകയും പ്രഡിക്റ്റീവ് പോലീസിങ് അതുപോലെ തന്നെ പ്രിവെന്റീവ് പോലീസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാല് ഹയർ എഡ്യൂക്കേഷൻ നിലയിലും ക്രൈം റേറ്റിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പോലീസിങ്ങിന്റെ കാര്യത്തിലും മെഡലുകളും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നത് എന്തിനത് എന്നാണ് നമ്മൾ നോക്കി കാണുമ്പോ. ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക, ജനങ്ങളൊക്കെ ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് വലിയ പാരിതോഷികങ്ങള് മാതൃകാ സേവനം നടത്തി, മാതൃകാ സേവന സമൂഹത്തിൽ നടത്തിയിട്ട് റിസർച്ച് നടത്തിയോ ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്? പുതിയ എന്തെങ്കിലും റിസർച്ച് പേപ്പേഴ്സ് കൊണ്ടുവന്നോ? അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന പേപ്പേഴ്സ് നടപ്പിലാക്കിയോ ഭരണകൂടം? ഒന്നുമില്ല. അപ്പോ ഇത് ഇനിയും ഇത് തുടർന്ന് ഇപ്പോ സർക്കാരിലും പോലീസിലും ആൾക്കാർക്ക് ഒരു പേടിയില്ല ഉണ്ടായി. അങ്ങനെ എന്തുകൊണ്ട് പേടിയില്ലാണ്ടായി? ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീകളും കുട്ടികളും ഏതൊക്കെ ഭാഗങ്ങളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ ആൾക്കാരാണ് ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് കാരണം? ഇതൊക്കെ ശാസ്ത്രീയമായി പഠിക്കുകയും അതിനുള്ള പ്രതിവിധി മാത്രമാണ് ഇതിനൊക്കെ ഒരു രക്ഷയുള്ളൂ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും പ്രത്യേക എനിക്ക് തോന്നുന്നത് കൂട്ടം ഇതിനെ ലീസ്റ്റ് ബോധേടാണ്. ഒന്നില്ലെങ്കിൽ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവരുടെ ശമ്പളം വാങ്ങി. തീർച്ചയായും വ്യക്തമാണ്. ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ സന്ദീപാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.